ഹായ് ഫ്രണ്ട്സ്, പുതിയ ഉരുളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ ആർമിയുടെ റെഗുലർ റിക്രൂട്ട്മെൻറ്റ് റാലി, അതായത് സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ റെഗുലർ കേഡറിലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റെഗുലർ കേഡറിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോൾജർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റാലിയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. 12/3/2025 മുതൽ 10/4/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലാണ്. 2025 ജൂൺ മാസത്തിലായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 2002 1 ഏപ്രിൽ 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കിടിയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 സയൻസ് സബ്ജക്റ്റിൽ തന്നെ പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ 4 സബ്ജക്റ്റും +2 പഠിച്ചിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, +2 സയൻസിൽ തന്നെ പാസ്സായിരിക്കേണ്ടതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റോടുകൂടി 50% മാർക്കോടുകൂടി പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കെങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് ഹൈറ്റ് മിനിമം 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. വെയ്റ്റ് ഹൈറ്റിനും ഏജിനും അനുപാതത്തിലായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് നോർമൽ 77 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 6 മിനിറ്റിനും 15 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിലെ ആദ്യത്തെ ഐറ്റം പാസ്സായി കിടക്കുകയുള്ളൂ. ഈ ഐറ്റം ജസ്റ്റ് പാസ്സായി കിടന്നാൽ മാത്രം മതി. ബോണസ് മാർക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് പുള്ളപ്സ് ആണ്. മിനിമം 6 പുള്ളപ്സ് എങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഐറ്റം പാസ്സായി കിടക്കുന്നതാണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് 9 ഫീറ്റ് ഡിച്ചാണ്. ഇതും ജസ്റ്റ് നിങ്ങൾ പാസ്സായി കിടന്നാൽ മാത്രം മതി. അടുത്ത നാലാമതായിട്ട് വരുന്നത് 6 ആഗ് ബാലൻസ്. ഈ ഒരു ഐറ്റം നിങ്ങൾ ജസ്റ്റ് പാസ്സായി കിടന്നാൽ മാത്രം മതി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 10 ഏപ്രിൽ 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് എല്ലാം നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. ആർക്കും റിലാക്സേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.